എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരീയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. എൻ്റെ സുഹൃത്തുക്കളെ, നിറയെ, അതായത് ഭൂരിപക്ഷമെന്ന് തന്നെ പറയാം, കമൻസിലും മറ്റ് എൻ്റെ വാട്സപ്പ് മെസ്സേജുകളിലും ഒക്കെ ചോദിച്ചിരിക്കുന്നത് അനിഴം നക്ഷത്രത്തെ പറ്റി ഒന്ന് സംസാരിക്കാമോ എന്നാണ്. എൻ്റെ ഗുരുക്കന്മാരാൽ എനിക്ക് പറഞ്ഞു തരപ്പെട്ട ചില കാര്യങ്ങൾ, എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അനിഴം നക്ഷത്രത്തിൻ്റെ ക്യാരക്ടറും അതിൻ്റെ രഹസ്യങ്ങളും അതിൻ്റെ ഉള്ള പരിഹാരങ്ങളും ഏറെക്കുറെയൊക്കെ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കണ്ടാൽ അത് വളരെ പ്രയോജനമായിരിക്കും. അത് മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, അനിഴം ഈ നക്ഷത്രം നമ്മുടെ കാലപുരുഷ ഭാവത്തിൻ്റെ, അതായത് അശ്വതി മുതൽ, മേടൻ രാശിയിലുള്ള അശ്വതി നക്ഷത്രം മുതൽ നോക്കുമ്പം നമ്മൾക്ക് 17ാമത്തെ നക്ഷത്രമാണ്. ഞാൻ ഈ പറയുന്നത് നക്ഷത്ര സ്വഭാവത്തെ പറ്റി ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 17ാമത്തെ നക്ഷത്രമാണ്. അതായത് നമ്മൾ ടോട്ടൽ നോക്കിയാൽ 8ാമത്തെ നക്ഷത്രം. അപ്പോൾ കാലപുരുഷൻ്റെ ഒരു, നമ്മൾ ന്യൂമറോളജി പ്രകാരം നോക്കിയ ഒരു 8ാമത്തെ നക്ഷത്രം എന്ന് പറയാം. ഈ 8ൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, 8 എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റി നമ്പറാണ്. ഇൻഫിനിറ്റി, അതായത് ഒരു തുടക്കം മുതൽ അവസാനം ഇല്ല, അതിന് അങ്ങനെ 2 പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് 8. പല ന്യൂമറോളജിസ്റ്റുകളും ആചാര്യന്മാരും പറയാറുണ്ട്, 8ൻ്റെ ശക്തിയെപ്പറ്റി പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അനിഴം ഒരു ശക്തിയുള്ള നക്ഷത്രമാണ്. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ അനിഴത്തെ കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു പല സുഹൃത്തുക്കളും എന്താ പറയുക, അത് ശരിയായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സുഹൃത്തുക്കളെ, അനിഴം നക്ഷത്രത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള, വളരെ കഴിവുള്ള വ്യക്തികളുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നോക്കിയാലും അതറിയാം, അല്ലേ? അപ്പം അനിഴം നക്ഷത്രം തീർച്ചയായിട്ടും ഒരു കഴിവില്ലാത്ത നക്ഷത്രമോ അല്ലെങ്കിൽ അതിനൊരു ബെനഫിറ്റ് ഇല്ലാത്തൊരു നക്ഷത്രമോ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരു 60% അല്ലെങ്കിൽ 70% അനിഴം നക്ഷത്രക്കാർക്കും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? നമുക്കതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അനിഴം നക്ഷത്രം എന്ന് പറയുന്നത് വൃശ്ചിക രാശിയിലെ ഒരു നക്ഷത്രമാണ്. ഏകദേശം മുഴുവൻ നക്ഷത്രം, അതായത് വൃശ്ചിക രാശിയിലുള്ള വിശാഖത്തിൻ്റെ ലാസ്റ്റ് പാദം, അനിഴം മുഴുവൻ നക്ഷത്രം, കേട്ട മുഴുവൻ നക്ഷത്രം, ഇതിലെ എല്ലാം വൃശ്ചിക രാശിയിലുള്ളതാണ്. അപ്പോൾ ഈ അനിഴത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനിഴത്തിൻ്റെ നക്ഷത്രാധിപതി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാണ്. ശനി ഭഗവാനാണ് ശരിക്കും. ആ വൃശ്ചിക രാശി ഏത് വീട്ടിലാണ് നിൽക്കുന്നത് വെച്ചാൽ വൃശ്ചിക രാശി എന്ന് പറയുന്നത് കാലപുരുഷ ഭാവത്തിൻ്റെ 8ാം ഭാവമാണ്. അവിടെ നമുക്ക് ആ 8 അവിടെ വന്നു. അപ്പം നോക്കി, കാലപുരുഷൻ്റെ രാശിഭാവം നോക്കിയാലും 8ാമത്തെ രാശിയിലാണ്, നക്ഷത്രഭാവം നോക്കിയാലും 17ാമത്തെ നക്ഷത്രം, അതായത് 8, അവിടെ 8 വരുന്നു. സോ നമുക്കൊരു കാര്യം തീരുമാനിക്കാം, അനിഴം നക്ഷത്രം വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള നക്ഷത്രമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ശനി ഭഗവാൻ എന്ന് പറയുന്ന അധിപതിയുള്ളിടത്ത്, ഇത് വൃശ്ചികൻ രാശിയുടെ അധിപതി ആരാ? ചൊവ്വയാണ്. അപ്പോൾ ഈ ചൊവ്വയും ശനിയും തമ്മിൽ ചേരുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം കഴിക്കുന്നത്. ചൊവ്വയും ശനിയും നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി തരും. കാരണം അത് നാച്ചുറലായിട്ട് ശത്രുക്കളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ശനി ഭഗവാൻ അവിടെ വന്നിട്ട് ഒരു അസ്വസ്ഥനാണ്. അനിഴം നക്ഷത്രത്തിൻ്റെ അധിപൻ അസ്വസ്ഥനാണ് വൃശ്ചിക രാശിയിൽ. അവിടെ അവിടെ ശനി ഭഗവാൻ അവിടെ അനിഴം നക്ഷത്രത്തിന് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അത് നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് വരുന്ന ദോഷങ്ങളെ നിവൃത്തി ചെയ്യാനായിട്ട് ജനിച്ച ഒരു നക്ഷത്രമാണെന്ന് തന്നെ പറയാം, എല്ലാ തരത്തിൽ നോക്കിയാലും. അപ്പം അവിടെ വരുമ്പം ആ ചൊവ്വയുടെ രാശിയിൽ ഉള്ള ശനി ഭഗവാന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവിടെ തീർച്ചയായിട്ടും വളരെ ആഴത്തിൽ ശനി ഭഗവാൻ വർക്ക് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഞാൻ പറഞ്ഞില്ലേ ഗണ്ഡാന്ത ദോഷങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അതായത് കാശി ജാതകം മുതൽ ഇങ്ങേറ്റം വന്ന് കന്നിശാപം വരെ ഏകദേശം 6-7 ദോഷങ്ങളുണ്ട്, ശാപങ്ങൾ തന്നെയുണ്ട്. കന്നിശാപമുണ്ട്, പിന്നെ ഗുരുശാപമുണ്ട്, പിതൃശാപമുണ്ട്, സർപ്പശാപമുണ്ട്, പിന്നെ ഗർഭിണീ ശാപമുണ്ട്, ദേവതാശാപമുണ്ട്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ശാപംപ്പെട്ട ജാതകങ്ങൾ, കഴിഞ്ഞ ജന്മങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥയിൽ നിന്ന് വരുന്ന ജാതകങ്ങൾ 1. 2, ബ്രഹ്മഹത്യാദോഷം എന്ന് പറയുന്ന ഒരു ദോഷാവസ്ഥയിൽ വരുന്ന ജാതകങ്ങൾ. ഇപ്പോൾ ഈ ദോഷങ്ങളൊക്കെ എന്തിനെയാണ് കാണിക്കുന്നത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ജന്മം എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്നുള്ള ദോഷങ്ങളാണ് ഈ പറഞ്ഞതൊന്നും അല്ല, ഈ ജന്മത്തിൽ ഉണ്ടായ ദോഷങ്ങളല്ല. ശനി ഭഗവാന്റെ പാർട്ട് എന്താണ്? അദ്ദേഹം ചെയ്യുന്നത് കഴിഞ്ഞ ജന്മദോഷങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പം അനിഴ നക്ഷത്രം, അതിൻ്റെ അധിപൻ ശനി ഭഗവാൻ പിന്നെ ഈ ഗണ്ഡാന്ത ദോഷങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രഹ്മഹത്യാദോഷമോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവിടെ വെച്ച്, അതായത് ഈ ജന്മത്തിൽ തന്നെ ആ ദോഷങ്ങളെ നിവർത്തി ചെയ്യാനുള്ള പണി, ശുദ്ധീകരിക്കാനുള്ള പണി അവിടെ ശനി ഭഗവാൻ ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് അനിഴം നക്ഷത്രത്തിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ജന്മത്തിൽ ഇങ്ങനെ അങ്ങ് വിഷമിച്ച് പോകാമെന്നുള്ളതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ പോകാമെന്നുള്ളതാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാം, എന്ത് പരിഹാരം ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ ദോഷങ്ങൾ നമുക്ക് പോകണോ, അത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ശനി ഭഗവാൻ അവിടെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് ദോഷങ്ങൾ നിവർത്തി ചെയ്യണം, പക്ഷേ നമ്മുടെ ജീവിതം വന്നിട്ട് തീർച്ചയായിട്ടും കഴിയുന്നത്ര സ്മൂത്തായിട്ട് കൊണ്ടുപോവുകയും വേണം. ഇവിടെ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അനിഴ നക്ഷത്രം, അതായത് മെയിനായിട്ട് ഈ അനിഴ നക്ഷത്രത്തിന് എന്താണെന്നറിയാമോ ഒരു കുഴപ്പം വരുന്നത്? മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കും. ഒരു സൈഡ് ഞാൻ പറയാണ്, മറ്റുള്ളവർ പറയുന്നത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു പാർട്ടീസ്. എക്സ്ട്രീം ഓപ്പോസിറ്റ് സൈഡും ഈ അനിഴ നക്ഷത്രത്തിന് തന്നെയുണ്ട്. അതായത് ശനി ഭഗവാന് രണ്ട് പക്ഷമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല, എല്ലാം സ്വന്തം തീരുമാനങ്ങൾ. ഞാൻ ഇങ്ങനെ പോകുമെന്ന് വെച്ചാൽ ഇങ്ങനെ പോവുള്ളൂ, അങ്ങനെ ഒരു ചിന്താഗതിക്കാരാണ്. ഇങ്ങനെ ഈ അനിഴ നക്ഷത്രത്തിൽ 2 പാർട്ടായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 പേരും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ശനി ഭഗവാന്റെ ദോഷ നിവർത്തി ചെയ്യണം, മുഖ്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൃശ്ചിക രാശി എടുക്കുക. ഈ അനിഴ നക്ഷത്രത്തിൻ്റെ DNA എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട് സുഹൃത്തുക്കളെ. ഇത് വളരെ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. ഏകദേശം ഒരു പഴയ ഇതിലൊക്കെ വേറെ പേരുകളിലൊക്കെ ഈ DNA വരുന്നുണ്ട്. പഴയ പുരാണങ്ങൾ നമ്മുടെ വേദിക് ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്കത് മനസ്സിലാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അതിനെടുത്ത് DNA അസ്ട്രോളജി എന്ന് പറഞ്ഞ് നമ്മുടെ ന്യൂ ജനറേഷൻ അസ്ട്രോളജേഴ്സ് അതിനെ വളരെ 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 ഡീപ്പായിട്ട് അതിലേക്ക് പോയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ അനിഴ നക്ഷത്രത്തിൻ്റെ DNA എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ആ എനർജി ഇരിക്കുന്നത് സൂര്യനിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ DNA ഓഫ് അനിഴ നക്ഷത്രത്തിൻ്റെ DNA സൂര്യൻ ഭഗവാനിലാണുള്ളത്. അപ്പോൾ ഈ സൂര്യഭഗവാനാണ് ശരിക്കും നിങ്ങളെ വന്നിട്ട്, ആ സൂര്യഭഗവാനെ സമാധാനപ്പെടുത്തിയാൽ അനിഴം നക്ഷത്രം അവിടെ ശരിയാകും. ഇത് വന്നിട്ട് DNA അസ്ട്രോളജിയൊക്കെ കൂടുതൽ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഞാനതിവിടെ വിവരിക്കാൻ സമയമില്ല. ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായിട്ടുള്ള DNA ഉണ്ട്. ആ DNA മനസ്സിലാക്കി നമുക്ക് പരിഹാരം ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ എന്നല്ല, ഏറെക്കുറെയൊക്കെ നമുക്ക് സമാധാനം കിട്ടാൻ, മനസ്സിന് സമാധാനം കിട്ടാൻ പറ്റും. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. ഇത് കംപ്ലീറ്റ് പരിഹാരമാണെന്ന് പറയുന്നില്ല, ഒരു ലിമിറ്റ് വരയ്ക്കൊക്കെ ഇത് വർക്കാവും. അപ്പം സൂര്യഭഗവാന്റെ പിന്നെ ധാന്യം എന്താണെന്ന് അടുത്തത് നമ്മൾ മനസ്സിലാക്കുക. ഗോതമ്പാണ് അല്ലേ? അപ്പം ആ ഗോതമ്പ് വെച്ചിട്ടുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ അർഹിക്കുന്നവർക്ക് കൊടുക്കുക.
ഞാൻ പറയുന്നത് ഒരു പാർട്ടി വെച്ചിട്ട് പിന്നെ ബന്ധുക്കളെ വിളിച്ചിട്ട് പലഹാരം കൊടുത്താലൊന്നും നമുക്ക് പരിഹാരമാകില്ല. പരിഹാരം എപ്പോഴും വന്നിട്ട് അർഹിക്കുന്നവർക്ക് കൊടുക്കുക. ഒന്നിൽ ഭക്ഷണമില്ലാത്ത മനുഷ്യർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾക്ക് കൊടുക്കുക, ഒന്നില്ല എറുമ്പിനെങ്കിലും കൊടുക്കുക. ഞാനതേ പറയുള്ളൂ. കാരണം ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ജാതകത്തിൽ ശുക്രദോഷമുണ്ട്, ശുക്രൻ വന്നിട്ട് ദോഷകാരിയായിട്ട് വർക്ക് ചെയ്യുന്നു. അതേ സമയത്ത് അദ്ദേഹത്തിന് സൂര്യൻ്റെ പ്രശ്നവുമുണ്ട്. നമ്മൾ ജാതകം നോക്കുമ്പോൾ ഏത് ഗ്രഹങ്ങളാണ് നീചത്തിൽ, എന്താണ് വരാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പം നമ്മൾ സൊല്യൂഷൻ എടുക്കുമ്പം ശുക്രൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. അത് അറിയാമല്ലോ, മധുരമാണ്. ഈ പറയുന്ന പോലെ ഗോതമ്പാണ് സൂര്യൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യൂ, ഗോതമ്പ് പൊടിച്ച് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ല ലൈറ്റായിട്ട് പൊടിച്ച് വയ്ക്കും. അത് വന്നിട്ട് ദിവസവും വന്നിട്ട് എറുമ്പുകൾക്ക് കൊടുക്കും. എറുമ്പുകൾ ഇതെടുത്തിട്ട് പോയി കഴിച്ചാൽ തന്നെ നമുക്ക് പരിഹാരമായി സുഹൃത്തുക്കളെ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്ന യഥാർത്ഥ പരിഹാരം. അതിനാണ് പണ്ട് കാലത്ത് ഈ കോലമൊക്കെ ഇട്ടിരുന്നത്. കോലമിടുക എന്നൊക്കെ പറഞ്ഞില്ലേ, അരിമാവ് വെച്ച് കോലമിടും. അത് കാരണം മിക്കവാറും നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് അവർക്ക് വന്നിട്ട് മാനസികമായി എപ്പോഴും ടെൻഷൻ അനുഭവിക്കുന്ന, സ്ട്രെസ്സ് കൂടുതൽ അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. അവർക്ക് പലതരത്തിലുള്ള, ഒന്ന് ഓഫീസ് ടെൻഷൻ ഉണ്ടാകാം, ഒന്ന് വീട്ടിലെ ടെൻഷൻ ഉണ്ടാകാം, പലതരത്തിലുള്ള ടെൻഷൻ അവർക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവർക്ക് മിക്കവാറും ചന്ദ്രനെ വന്ന് ബാലൻസ് ചെയ്യേണ്ട ഒരവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് ആരാണ്? പച്ചരിയാണ്, പച്ചരി അരിയാണ്. അപ്പോൾ ഈ അരി എടുത്ത് പൊടിച്ച് അതിൻ്റെ കൂടെ പഞ്ചസാരയും ചേർത്ത് ലൈറ്റായിട്ട് ഒരു കോലം ഇട്ട് കഴിയുമ്പോൾ എറുമ്പുകളെല്ലാം ഈ കോലം എടുത്തിട്ട് പോകും. മനസ്സിലായില്ല? അരിപ്പൊടി എടുത്തിട്ട് പോകും. ഇത് വന്നിട്ട് വളരെ വലിയൊരു പരിഹാരമാണ്. ഇതാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ കോലത്തിൻ്റെയൊക്കെ രഹസ്യം. അല്ലാതെ ആർട്ടിഫിഷ്യൽ പൊടി എടുത്ത് കൊണ്ടുവന്ന് കോലം വരച്ച് പടം വരച്ച് വെച്ചിട്ട് വരുന്ന കാര്യമില്ല. ഇതാണ് പരിഹാരം. അപ്പോൾ ഇവിടെ നമുക്ക് അനിഴ നക്ഷത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഗോതമ്പ് നമുക്ക് എടുത്ത് അതിൻ്റേതായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളാക്കി കൊടുക്കുക. അതൊരു വലിയ പരിഹാരമാണ് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ശനിക്ക് വന്നിട്ട് ഇപ്പോൾ ഈ ശനി ഭഗവാൻ ആണെന്ന് പറഞ്ഞില്ല, അപ്പോൾ ചൊവ്വ ഉണ്ട് അവിടെ, ശനി ഭഗവാനുണ്ട് അവിടെ. പിന്നെ ഉള്ളതാരാ? ചന്ദ്രൻ വന്ന ഈ അനിഴ നക്ഷത്രം എന്ന് പറയുമ്പോൾ വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ ചന്ദ്രൻ നീചത്തിലുണ്ടാകും. അത് നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നീചചന്ദ്രൻ. അപ്പോൾ ഈ 3 പേര്, അപ്പം മനസ്സാണ് അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ അനിഴ നക്ഷത്രത്തിന് ഒരിടത്ത് മാനസികമായി അവരെപ്പോഴും തകർന്നിരിക്കും. എപ്പോഴും തകർന്നിരിക്കുന്ന 2 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിലൊന്ന് എക്സ്ട്രീം കോൺഫിഡൻ്റ് ഉള്ളവരായിരിക്കും, ഒന്ന് വന്നിട്ട് വളരെ വീക്കായിരിക്കും മാനസികമായിട്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഇതിൽ നിന്ന് അതിലേക്ക് ചാടും, അത് നഷ്ടം ഇത് നഷ്ടം, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അവർ. അപ്പോൾ ഇതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ 3 ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ് എടുക്കാം. ചൊവ്വ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്, അല്ല ദേവിയാണ്. പൊതുവെ ചൊവ്വ എന്ന് പറയുന്നത് ദേവിയാണ്. പിന്നെ നീചചന്ദ്രൻ എന്ന് പറയുമ്പോൾ, അതായത് വീക്കായിട്ടുള്ള ചന്ദ്രനാണ് ഭദ്രകാളിയമ്മയുള്ളത്. പിന്നെ ആരെ വേണ്ടിയത്? ശനി ഭഗവാനാണ്. ശനി ഭഗവാനും നമ്മൾ വന്നിട്ട് ഭഗവാൻ, അതാണ് ഈ നമ്മൾ പിന്നെ ഭദ്രകാളിയമ്മയെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയല്ലേ കറുപ്പും വെളുപ്പും ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്താണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓരോ ദേവതയ്ക്കും അതിൻ്റേതായിട്ട് നമ്മുടെ ആചാര്യന്മാർ കൊടുത്തതിൽ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വരച്ച് വയ്ക്കാന്നൊന്നും അല്ല ഈ ദേവത. അതൊക്കെ നമുക്ക് കൂടുതൽ ആ ശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അവിടെ ശനി ഭഗവാന്റെ ഒരു ഇത് കണ്ടുണ്ട്, ഒരു കളറുണ്ട്. ശനി ഭഗവാന്റെ ആയിട്ടുള്ള കറുപ്പ് കളറുണ്ട്. അവിടെ ചന്ദ്രൻ്റേതായിട്ടുള്ള ഒരു പരിഹാരമുണ്ട്. അവിടെ വന്നിട്ട് ചൊവ്വയുടേതായിട്ടുള്ളൊരു പരിഹാരമുണ്ട്. അപ്പം ദേവീഭാവത്തിൽ, അതായത് ഭദ്രകാളി അമ്മയെ നമ്മൾ പൂജിക്കുക എന്നുള്ളത് നമ്പർ 1. നമ്പർ 2 വന്നിട്ട് ഗോതമ്പ് ഭക്ഷണങ്ങൾ നമുക്ക് ഏത് മറ്റ് ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ ദോഷമുണ്ടോ ആ ദോഷത്തിനുള്ള പരിഹാരങ്ങൾ എടുത്ത് അതിൻ്റെ കൂടെ ചേർത്ത് ആ ധാന്യങ്ങൾ നമ്മൾ ദിവസവും എറുമ്പുകൾക്കോ അല്ലെങ്കിൽ അർഹിക്കുന്നവർക്ക് കൊടുക്കുക. നമ്പർ 3 നമ്മുടെ ജാതകത്തിലെ, അത് മെയിനാണ് കേട്ടോ, നമ്പർ 3 ആയിട്ട് പറയുന്നെങ്കിലും അത് മെയിനാണ്. നമ്മുടെ ജാതകത്തിൽ യഥാർത്ഥമായി എന്തൊക്കെ ദോഷങ്ങളുണ്ട് സുഹൃത്തുക്കളെ. നമ്മുടെ ഈ ഔട്ടർ ഓറയിലില്ല, നമ്മുടെ അറിയാം, നമ്മളിപ്പോൾ നിറയെ യൂട്യൂബിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അന്നമയ കോശം, മനോമയ കോശം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അസ്ട്രൽ ബോഡിയിലെ
ഈ തരത്തിലുള്ള ദോഷങ്ങൾ, അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ നമുക്കൊരു കവറായിട്ടുണ്ടാവും. ആ ഓറയെ അങ്ങനെ കവറാവും. അതിപ്പോൾ പറയാം, ഈ ക്രില്യൻ ഫോട്ടോഗ്രാഫിയിലൊക്കെ പല സയൻറ്റിസ്റ്റുകളും ഇപ്പം ഓറാസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇതുണ്ടാകുമ്പം ഈ യഥാർത്ഥമായിട്ട് അകത്തിരിക്കുന്ന ഗ്രഹങ്ങൾ നമുക്ക് കേസരി യോഗമോ എന്തൊക്കെ യോഗങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇതിലേക്ക് കിട്ടേണ്ട എനർജി കിട്ടാതെ വരികയാണ് ചെയ്യുന്നത്. ഈ ഔട്ടർ ബോഡി ഇങ്ങനെ ഈ എന്തെങ്കിലും തരത്തിലുള്ള ശാപങ്ങളോ ദോഷങ്ങളോ ഉള്ള ഒരു കവറേജായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വന്നതാണെന്ന് വെച്ചോളുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ ദോഷങ്ങൾ ഒരു നല്ല അസ്ട്രോളജറെ കണ്ട് പിന്നെ അതിന് പരിഹാരങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കി അതിന് ക്ഷേത്രപരിഹാരങ്ങളാണെങ്കിൽ ക്ഷേത്രപരിഹാരങ്ങൾ ചെയ്ത ശേഷം അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് ചെയ്ത പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല 3 കാര്യമായി. 4ാമത് ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായിട്ടുള്ള പിന്നെ അടയാളങ്ങളുണ്ട്. നമുക്കറിയാം, അനിഴ നക്ഷത്രത്തിൻ്റെ അടയാളമാണ് താമര. ഈ താമരപ്പൂ നിങ്ങൾ അതിൻ്റെ പടം വെച്ചാൽ, ജസ്റ്റ് അതിൻ്റെ വാൾപേപ്പർ വെച്ചാൽ നിങ്ങൾ എനർജീസ് ആവും. കാരണം നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ആ ഒരു പിന്നെ സിമ്പലാണത്. ഇത് നിങ്ങൾക്ക് പലരും ഇത് ഉപയോഗിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. എന്തുകൊണ്ടാണ് ആ പർട്ടിക്കുലർ സ്റ്റാർ ഉള്ളവർ ആ പർട്ടിക്കുലർ സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ വളരെ എനർജീസ് ആകുന്നത്? എന്തുകൊണ്ടാണ് അത് ഡെവലപ്പ് ആകുന്നത്? അതൊക്കെ നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെ? പിന്നെ ലോട്ടസിൻ്റെ വാൾപേപ്പറോ അല്ലെങ്കിൽ ലോട്ടസിനെ നമ്മൾ വീട്ടിൽ സംരക്ഷിക്കുകയോ അല്ല ലോട്ടസ് ഇരിക്കുന്ന ഏതെങ്കിലും ദേവതകൾ, അതായത് മഹാലക്ഷ്മി മാതിരിയുള്ള ദേവതകളെ പൂജിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ നക്ഷത്രം വന്ന് എനർജൈസ് ആകും. നമുക്ക് വേണ്ടിയത് എനർജൈസിങ് ആണ്, അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ 4ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ശനി ഭഗവാന്റെ ദോഷപരിഹാരം, പിന്നെ ധാന്യപരിഹാരം, പിന്നെ ഏറ്റവും വേണ്ടിയത് ഗണ്ടാന്ത ദോഷങ്ങളുണ്ടോ എന്നുള്ളത്, അത് മുഖ്യം. അത് മാറ്റിയിട്ട് ശേഷം ഇതൊക്കെ ചെയ്യുക. അതുപോലെ സിമ്പിൾസ് ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു സൊല്യൂഷൻസ് കിട്ടും. കാരണം ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആരെ കൊണ്ടൊന്ന് ഡയറക്റ്റായിട്ട് പൈസ തരുകയെന്നൊന്നും അല്ല. അങ്ങനെയല്ല. നമുക്ക് വഴികൾ കിട്ടും. എങ്ങനെ പോയാൽ എങ്ങനെ കിട്ടും. ഇതിനൊക്കെ യഥാർത്ഥമായിട്ട് അസ്ട്രോളജി ഇതിനാണ് സഹായിക്കുന്നത്. അസ്ട്രോളജി എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ 10 ജന്മങ്ങളിൽ കിട്ടിയിരിക്കുന്ന ദോഷങ്ങൾ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് നെയ്വിളക്ക് കത്തിച്ചാൽ പോവോ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഇപ്പുറത്തോട്ട് വന്നിട്ട് പറയുക, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന് നാളെ വേണമെന്നുണ്ടെങ്കിൽ ജ്യോത്സ്യം വന്ന് ശരിയാക്കിക്കോട്ടെ. എന്താ? ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് ലക്ഷക്കണക്കിന് ജന്മങ്ങൾ അല്ലെങ്കിൽ എത്രയോ ജന്മങ്ങൾ എടുത്തുണ്ടാക്കിയ ദോഷങ്ങളല്ല ഒരു നെയ്വിളക്കിൽ മാറത്തില്ല. രണ്ടാമത്, ക്ഷേത്രങ്ങളിൽ പോകാൻ പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ നിന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയാൽ പോരെ. ക്ഷേത്ര രഹസ്യങ്ങളെ പറ്റിയും ക്ഷേത്രത്തിനെ പറ്റി അറിയാവുന്നവരങ്ങനെ ചോദിക്കില്ല. കാരണം ഓരോ ക്ഷേത്രത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ള എനർജി ഉണ്ട്. ആ എനർജി എടുക്കാനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അല്ലാതെ അവിടെ പോയി അവിടെ ഒരാൾ സിംഹാസനത്തിൽ ഇരുന്നിട്ട് എല്ലാവർക്കും അനുഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ ഒരു നല്ല എനർജി ഉണ്ടാകുകയാണ്, ആ പർട്ടിക്കുലർ എനർജി ഉണ്ടാകുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ആ ദോഷനിവൃത്തിയുള്ള ആ ഗ്രഹങ്ങളെ, ദോഷനിവൃത്തിയുള്ള പിന്നെ ദോഷമുള്ള ഒരു ശരീരം ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹോറോസ്കോപ്പ് അനലൈസ് ചെയ്ത് അതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം അതിന് ഒരു പരിഹാരം കണ്ടെത്തിയ ശേഷം നിങ്ങൾ വന്നിട്ട് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അനിഴ നക്ഷത്രത്തിന് ഒരു 50 മുതൽ 60% വരയ്ക്കും നിങ്ങൾക്ക് പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് കിട്ടും. ഭഗവാനാണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന ആ എനർജി വന്നിട്ട് നമുക്ക് നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് അത്ര ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അപേക്ഷിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ആത്മാർത്ഥമായിട്ട് പരിഹാരം ചെയ്ത് നമുക്ക് സ്വയം നന്നാകണം തോന്നിയാൽ മാത്രം അസ്ട്രോളജിയിലേക്ക് പോയാലും മതി. അല്ലാതെ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്ത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും ചെയ്തു ഉടനെ കാര്യങ്ങൾ നടക്കണം, പിറ്റേ ദിവസം കാര്യം നടക്കണമെന്ന് ചിന്തിച്ച് ദയവ് ചെയ്ത് അസ്ട്രോളജി കയ്യിലെടുക്കാതിരിക്കുക. അസ്ട്രോളജി കയ്യിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും വന്നിട്ട് നമ്മൾ സമാധാനമുള്ളവരായിരിക്കണം.
അത് വന്നിട്ട് നമ്മൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം. ആ ദേവതയോട് നമ്മൾ കരഞ്ഞപേക്ഷിച്ച് നമ്മുടെ കാര്യം സാധിച്ചെടുക്കണം. അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങളോ പരിഹാരങ്ങളോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതെന്താണ് എന്ന് നോക്കി അതിന് ഞാൻ ത്രൂ വാട്സപ്പിൽ നിങ്ങൾക്ക് പരിഹാരങ്ങളും ജാതകങ്ങളും തരുന്നതായിരിക്കും. നമസ്കാരം. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.